മിക്ക രോഗത്തിൻ്റെയും കാരണം നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും ദേഷ്യവും പ്രതികാരവുമാണ്. നമ്മുടെ ഉള്ളിലുള്ള മിക്ക രോഗങ്ങളും, നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന മിക്ക രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ മനസ്സിലേറ്റ മുറിവിൽ നിന്നുണ്ടായ വെറുപ്പാണ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം വേണോ? നിങ്ങളുടെ മനസ്സ് സൗഖ്യപ്പെടണം. നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചവരോട്, ജീവിതത്തെ തകർത്തവരോട് നിങ്ങൾ നിരുപാധികം ക്ഷമിക്കണം. നിരുപാധികം ക്ഷമിക്കണം. 2, എന്നിൽ നിന്ന് മുറിവേറ്റ ഒരുപാട് പേരുണ്ട്. പാപം മൂലമാകാം, വാക്കുകൾ മൂലമാകാം. അവരോട് ഞാൻ നിരുപാധികം ക്ഷമ ചോദിക്കണം. 3, ഞാൻ ക്ഷമ കൊടുക്കണം. എന്നാൽ ഇത് 3ഉം നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് മാനുഷികമല്ല, ദൈവീകമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല, ക്ഷമ ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ക്ഷമ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവൻ ഒരിക്കലും ക്ഷമിക്കത്തതുമില്ല, ക്ഷമ കൊടുക്കത്തതുമില്ല, ക്ഷമ ചോദിക്കുന്നതുമില്ല. മനസ്സ്, ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ, നമുക്ക് ക്ഷമ ചോദിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ, കൊടുക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ, അന്ന് പെസഹ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കും. അന്നൊരുക്കി വലിയവനായ ദൈവം ചെറിയവരുടെ ഗണത്തിലേക്ക് ഇറങ്ങി വന്നു. താലത്തിൽ വെള്ളമെടുത്ത് കച്ചയരയിൽ ചുറ്റി നിലത്തിരിക്കേണ്ടവരെ കസരകളിലേക്ക് ഇരുത്തി, കസരയിലിരിക്കേണ്ട ഈശോ നിലത്തിറങ്ങി എപ്പോൾ മുട്ടുകുത്തിയോ, എപ്പോൾ ശിഷ്യന്മാരുടെ കാൽപാദത്തോളം കണ്ണുനീര് കൊണ്ടും ജലം കൊണ്ടും കഴുകി, ചുണ്ടുകൾ കൊണ്ട് പാദങ്ങൾ എപ്പോൾ ചുംബിച്ചോ, അപ്പോൾ ചരിത്രം 2ആയിട്ട് വഴിമാറി. യേശുവിന് മുമ്പ് കാല് നീട്ടിക്കൊടുക്കുന്നവൻ വലിയവനും കാല് പിടിക്കുന്നവൻ ചെറിയവനുമായിരുന്നെങ്കിൽ, യേശു എപ്പോഴാണോ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചത്, കണ്ണുനീര് കൊണ്ട് പാദം കഴുകിയത്, അപ്പോൾ മുതൽ ഇപ്പോൾ വരെയും ഇനി യുഗാന്ത്യം വരെയും കാല് നീട്ടിക്കൊടുക്കുന്നവൻ ചെറിയവനും കാല് പിടിക്കുന്നവൻ യേശുവോളം വലിയവനുമായി മാറി.